കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പിൽ പ്രതി അഖിൽ സി വർഗീസ് വിജിലൻസ് കസ്റ്റഡിയിൽ. കോട്ടയം വിജിലൻസ് കോടതി കസ്റ്റഡി അനുവദിച്ചത് 5 ദിവസം. പ്രതിയെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ചോദ്യം ചെയ്യലിലൂടെ പുറത്തുവരുവാൻ പോകുന്നത് തട്ടിപ്പിന്റെ പുതിയ മാനങ്ങളാകും അല്ലേ? സിന്ദൂരു, കോട്ടയം നഗരസഭയിൽ നിന്നും 2,39,00,000 രൂപ തട്ടിയെടുത്തതിനു ശേഷം ഒളിവിൽ പോയ അഖിൽ സി വർഗീസിനെ വിജിലൻസ് സംഘം കഴിഞ്ഞ ദിവസമാണ് പിടികൂടുന്ന സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ പോലും പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് വിതരണം ചെയ്യേണ്ട പെൻഷൻ തുകയാണ് അഖിൽ തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുകയും മാതാവിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയതിനു ശേഷം പിന്നീട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ദൂർത്തടിച്ച് ജീവിതം നയിക്കുകയും ചെയ്തത്. അങ്ങനെ ഫോണും മറ്റ് ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകളിലൂടെ അദ്ദേഹം നടത്തിയിരുന്ന തട്ടിപ്പ് പിന്നീട് ഒളിവിൽ പോവുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ വിജിലൻസിനെ പിടികൂടാൻ കഴിഞ്ഞു. പിടികൂടിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി. ഇതിന് പിന്നാലെയാണ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞയാഴ്ച അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ഈ അപേക്ഷ പരിഗണിച്ചു 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 5 ദിവസത്തെ കസ്റ്റഡി കോട്ടയം വിജിലൻസ് കോടതി അനുവദിക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി അഖിൽ സി വർഗീസിനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോട്ടയം നഗരസഭാ ആസ്ഥാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഒപ്പം തന്നെ ഒളിവിൽ കഴിഞ്ഞ ഇടങ്ങളിലും പ്രതിയെ എത്തിച്ച് തെളിവെടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാവും ഈ സംഭവത്തിൽ മറ്റ് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാവുക. എന്തായാലും കോട്ടയം ഭരിക്കുന്ന UDFിൻ്റെ നേതൃത്വമുള്ള നഗരസഭയ്ക്ക് ഏക നാണക്കേട് സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവാദം. സിന്ദൂരി. വ്യക്തമാണ് സനോജ്. കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പിലാണ് ഇപ്പോൾ പ്രതിയെ വിജിലൻസ് കസ്റ്റഡിയിലേക്ക് കിട്ടിയിരിക്കുന്നത്. 5 ദിവസമാണ് കസ്റ്റഡി. വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുവാൻ പോകുന്നത്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.